السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد. പ്രിയമുള്ളവരെ, ജമാഅത്ത് നിസ്കാരം എന്നുള്ളത് വലിയ പുണ്യവും മഹത്വവുമുള്ള കാര്യമാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പുണ്യവും മഹത്വവുമാണ് ജമാഅത്ത് നിസ്കാരത്തിന് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. അതും പള്ളിയിൽ വെച്ചാകുമ്പോൾ വലിയ പുണ്യവും മഹത്വവുമുണ്ട്. പള്ളിയിൽ വെച്ച് നിസ്കരിച്ച അതിൻ്റെ പുണ്യം ലഭിക്കും. മാത്രമല്ല, പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമ്പോൾ അതിൻ്റെ നിയ്യത്ത്, ആ ജമാഅത്ത് എന്ന ഉദ്ദേശത്തോടെ, ലക്ഷ്യത്തോടെ പള്ളിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പുണ്യം, പള്ളിയിൽ വന്ന് ജമാഅത്തിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരുന്നതിൻ്റെ പുണ്യം, അങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്ത്, വീട്ടിൽ നിന്ന് പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ജമാഅത്ത് നിസ്കാരം എന്നുള്ളത് വലിയ പവിത്രതയും പുണ്യവുമുള്ള കാര്യമാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞത്, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ബിസബഇ വഇശ്രീന ദറജ, 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് ജമാഅത്ത് നിസ്കാരത്തിന് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ ജമാഅത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളെന്താവണം? പ്രത്യേകമായൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.